പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ 11 പ്രതികളെ കൂടി റിമാൻഡ് ചെയ്തു. മഞ്ചൂർ കോടതിയാണ് ഇന്ന് ഇവരെ റിമാൻഡ് ചെയ്തത്. മൊത്തം 20ഓളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്കും മ്യൂസിയം സിഐക്കും വീഴ്ച ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിൽ എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണം അതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള കലാപം ആണ് ഇപ്പോൾ പദ്ധതിയിട്ടത്. എന്ത് നടപടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? 19 പേരെയാണ് 2 ദിവസത്തിനിടെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളായി കസ്റ്റഡിയിലെടുത്തത്. ഈ 19 പേരിൽ IP ബിനു ഉൾപ്പെടെ 11 പേരെയാണ് ഇന്ന് ഉച്ചയോടെ മഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഇവരെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം ജനറൽ ആശുപത്രി പരിസരത്ത്, കോടതി പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രി പരിസരത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു. എന്നാൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രവർത്തകരുമായി പോലീസ് അവിടെ നിന്ന് ജയിലിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ശേഷിക്കുന്ന ആളുകളെ 300 പേരാണ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ IP ബിനു ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ശേഷിക്കുന്ന ആറ്റുകൽ ഉണ്ണി, പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട DYFI നേതാക്കൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. ആറ്റുകാൽ ഉണ്ണി മുൻ കൗൺസിലർ കൂടിയാണ്. വീടുകളിൽ ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയെങ്കിലും 2 പേരും വീട്ടിൽ ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടോ അതോ പുറത്ത് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം. ഒരാളെ കേസിൽ അവരെ കോട്ടയത്ത് നിന്നായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ടോടെ അമലിനെ തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. DCPയുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഈ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി രാത്രി വൈകിയും ചോദ്യം ചെയ്തു. പക്ഷേ ഈ ആക്രമണങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം ഉണ്ടോ എന്ന് അറിയാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.